നല്ല മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക. നോട്ടം, സംസാരം, വേഷം, അവിടെയൊക്കെ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ഇന്നതാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ പെൺമക്കൾക്ക് നാം പറയണം, പ്രിയപ്പെട്ടവരെ, മോളെ വിളിച്ചുകൊണ്ട് പറയണം, മോളെ, വിശുദ്ധ ഖുർആനിൽ നല്ലൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ലൊരു സ്ത്രീക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്താണെന്നറിയോ? പറഞ്ഞു കൊടുക്കണം. ഏറ്റവും നല്ല പെണ്ണ്, ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ, സ്വാലിഹായ പെണ്ണെന്ന് പറഞ്ഞാൽ അവൾ അച്ചടക്കമുള്ള പെണ്ണാണ് മോളെ. അഥവാ നിന്നിൽ ആ അച്ചടക്കം പ്രകടമാവണം. നോട്ടത്തിൽ, നടത്തത്തിൽ, സംസാരത്തിൽ, ഇരുത്തത്തിൽ, പെരുമാറ്റത്തിൽ, എല്ലാ രംഗത്തും ആ അച്ചടക്കം പ്രകടമാകണം മോളെ എന്ന് കൃത്യമായി നമ്മുടെ പെൺമക്കൾക്ക്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലേ? നോട്ടത്തിന്റെ കാര്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താണെന്നറിയോ? സൂറത്ത് നൂറിലെ വാചകമാണ്. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുദന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന. പെണ്ണുങ്ങളോട് പറയണം, സ്ത്രീകളോട് പറയണം, അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കണം, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ അവരെ പെൺകുട്ടികളോട്, സ്ത്രീകളോട് പറയൂ നബിയെ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോളേജിൽ പഠിക്കുന്ന നമ്മുടെ പെൺമക്കളുണ്ടാകും, ക്യാമ്പസിൽ, സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയായ നമ്മുടെ പെൺമക്കളുണ്ടാകും. അവർ ഒരു പക്ഷേ അവിടെയൊക്കെ ബോയ്സും ഗേൾസും ഇടകലർന്നുള്ള കോളേജുകളും സ്കൂളുകളും ഒക്കെ ആയിരിക്കും. അവിടെയൊക്കെ ഒരു പക്ഷേ നമ്മുടെ പെൺമക്കൾക്ക് ആൺകുട്ടികളുമായി സംസാരിക്കേണ്ട അവസ്ഥയുണ്ടായേക്കാം. അതേപോലെ തന്നെ ഇനി സ്കൂളിലോ കോളേജിലോ പഠിക്കാത്തവരാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടിലെ ജോലിക്കാരുണ്ടാകും, അതല്ലെങ്കിൽ ഡ്രൈവർമാരുണ്ടാകും, നമ്മുടെ വീട്ടിലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ഥിരം സന്ദർശകരായ ആളുകളുണ്ടാകും, ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആളുകളുണ്ടാകും. അവിടെയൊക്കെ ഒരു പെണ്ണെന്ന നിലയിൽ മോളെ നീ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥ വന്നാൽ നിനക്കോർമ്മ വരണം ആരുടെ ചരിത്രമാണെന്നോ, നിങ്ങളുടെ 2 ജ്യേഷ്ഠത്തിമാരുടെ ചരിത്രം ഏതാണെന്നോ. ആ ജ്യേഷ്ഠത്തിമാര് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 പെൺകുട്ടികൾ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 പെൺകുട്ടികൾ അയക്കുകയാണ്. ഖുർആൻ ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഖസസിലെ 25-ാമത്തെ വാചകം, ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലസ്തഹ്യാ. നോക്കൂ നിങ്ങൾ, ഫജാഅതുഹു ഇഹ്ദാഹുമാ, ആ 2 പെൺകുട്ടികളിൽ ഒരാൾ വന്ന സന്ദർഭം, തംശി അലസ്തഹ്യാ, ഒരൽപ്പം നാണത്തോടുകൂടി, ലജ്ജയോടുകൂടിയാണ് ആ പെൺകുട്ടി നടന്നു വന്നത് എന്ന് ചുരുക്കം. അഥവാ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരൽപ്പം ലജ്ജയുണ്ടാകണം, ഒരൽപ്പം നാണുണ്ടാകണം. സാധാരണ ആൺകുട്ടികളെ പോലെ, പുരുഷന്മാരെ പോലെ എല്ലായിടത്തേക്കും ഇടിച്ചു കയറി എന്തും പറയാം, എന്തും ചെയ്യാമെന്ന ഒരു ചിന്ത ഒരിക്കലും ഒരു സ്ത്രീക്കുണ്ടാകാൻ പാടില്ല, ഒരു പെൺകുട്ടിക്കുണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ. ആ പെൺകുട്ടി പറയുകയാണ്, കാലത്ത് ഇന്ന അബീ യദഊക ലിയജ്സിയക അജ്റ മാ സകൈത ലനാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നുകൊണ്ട് ആ പെൺകുട്ടി പറയാണ്, അളന്നു മുറിച്ച വാചകം, അളന്നു മുറിച്ച വാചകം, കൂടുതൽ വാചകങ്ങളില്ല. എൻ്റെ ഉപ്പ ഇതാ താങ്കളെ ക്ഷണിക്കുന്നു, ഇന്ന അബീയദഊക, എൻ്റെ ഉപ്പ ഇതാ താങ്കളെ ക്ഷണിക്കുന്നു, ലിയജ്സിയക അജ്റ മാ സകൈത ലനാ, താങ്കൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി. ഇത് മാത്രമുള്ള വാചകം. നോക്കൂ നിങ്ങൾ, ഇതായിരിക്കണം ഒരു പെണ്ണിന്റെ, ഒരു പെൺകുട്ടിയുടെ സംസാരം എന്നാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു അപരിചിതനോട്, ഒരു അന്യപുരുഷനോട് പെണ്ണിന് സംസാരിക്കേണ്ടി വന്നാൽ ഈ നിയമം ഈ രൂപത്തിലായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാം എന്താണെന്നോ പ്രശ്നം വലിയ ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രശ്നവും അപകടവും നമ്മെ ബോധ്യപ്പെടുത്തി. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫലാ തഖ്ലഅന, സ്ത്രീകളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വാചകം, ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. പെണ്ണുങ്ങളെ, നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോ ഒരിക്കലും കൊഞ്ചിക്കോഞ്ഞ് സംസാരിക്കാൻ പാടില്ല. നേരിട്ടായാലും ശരി, ഫോണിലൂടെ ആയാലും ശരി, ഏത് രംഗത്തായാലും ശരി, നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോ നിങ്ങൾ കൊഞ്ചിക്കുഴയാൻ പാടില്ല. അങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞാൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള, മനോരോഗമുള്ള ചില പുരുഷന്മാർ ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. അവർക്ക് നിങ്ങളോട് പ്രേമം തോന്നും, ആഗ്രഹം തോന്നും. അങ്ങനെ അപകടത്തിലേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും കൊഞ്ചിക്കുഴയാൻ പാടില്ല.
സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. പലപ്പോഴും നമുക്കറിയാമല്ലോ, കോളേജ് ക്യാമ്പസുകളിലെ കലാലയ പ്രണയങ്ങൾക്കും ക്യാമ്പസ് പ്രണയങ്ങൾക്കുമൊക്കെ തുടക്കമിടുന്നത് ഇത്തരം സംസാരങ്ങളും ഇത്തരം നോട്ടങ്ങളുമാണെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലേ? ഫോണിലൂടെയൊക്കെ വരുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മെ അന്വേഷിക്കാൻ വേണ്ടിയായിരിക്കും ഫോൺ വന്നത്, നമുക്കായിരിക്കും ഒരു പക്ഷേ ഫോൺ വന്നത്. ഫോൺ എടുക്കുന്നത് നമ്മുടെ ഭാര്യമാരോ നമ്മുടെ